നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതായത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഹെർമിറ്റ് കാർഡാണ് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാനുണ്ട്. നിങ്ങളിപ്പോ പല ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മനസ്സിലുണ്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. മാനസികമായിട്ട് നിങ്ങളിപ്പോ ഒറ്റയ്ക്കാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊന്നും ഒരു ഉത്തരം കിട്ടാതെ വിഷമിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന സിറ്റുവേഷൻ ആണിത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്? എന്തുകൊണ്ട് ഞാൻ ഇത്രയും പെയിൻ അനുഭവിക്കുന്നു? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്? എല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഈ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നെ മാത്രം എന്തുകൊണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു? എന്നെ മാത്രം എന്തുകൊണ്ട് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നു? അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഫോക്കസ് ചെയ്യുന്ന സമയമാണ്. ആ പ്രശ്നങ്ങൾക്കുള്ള അതായത് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾ സ്നേഹിച്ച് അത്രയും വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് എല്ലാം അകന്നു പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ആരുടെയും സ്നേഹം വേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ മാറി എന്നാണ് കാണിക്കുന്നത്. അത്രയും നിങ്ങൾ മടുത്തു. എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇനി വേണ്ട, അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാണ്ടായി, ഒരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാണ്ടായി, നിങ്ങൾക്ക് ഒരു സ്നേഹം എന്നുള്ള ഒരു വികാരത്തോടുള്ള ഒരു താല്പര്യം എല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടായി എന്നാണ് കാണിക്കുന്നത്. കാരണം അത്രയും വേദന നിങ്ങൾ സഹിച്ചു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അതുപോലെ ഒരു വേദനിക്കുന്ന സിറ്റുവേഷനിലൂടെ പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇമോഷണലി ഡിറ്റാച്ച്മെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ലൈഫിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു ചിന്തയിലോട്ടൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എംപ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. അതങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു എംപ്രസ് എനർജി കാണിക്കുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ, സെൽഫ് ഗ്രോത്തിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി എന്റെ ലൈഫിൽ വേണ്ടത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും എന്റെ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്യുകയാണ് എന്നുള്ളൊരു ചിന്തയിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അതിലോട്ട് നിങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ട്, എനിക്ക് സെൽഫ് ഗ്രോത്ത് വേണം, എനിക്ക് സെൽഫ് ലവ് ചെയ്യണം, എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ കരിയറിലായിക്കോട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ടായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ചിന്തയിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷനിലോട്ട് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ക്യൂനോ കപ്സ് എനർജിയാണ്. ഈ ഒരു ക്യൂനോ കപ്സ് എനർജിയിലാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്.
മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ, നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് കൊടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ നിന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നു, നിങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റുള്ളവരെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, അത്രയും ഒരു പ്യൂർ ആയിട്ടുള്ള ഹേർട്ടാണ് നിങ്ങൾക്ക് എന്നുള്ളത്, അതിലാണ് നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നത്. ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നിങ്ങൾ റിലേഷൻസിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആത്മാർത്ഥത നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കുകയാണ് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരെയും കെയർ ചെയ്തിരുന്ന ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഇനി നിങ്ങളെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ദ മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. നല്ല കാർഡാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലെ സക്സസിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നല്ല റിലേഷനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി, നിങ്ങൾക്ക് വേണ്ട പേഴ്സന്റെ ക്വാളിറ്റികളെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്വാളിറ്റികളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ക്വാളിറ്റികളുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക. അല്ലാതെ നിങ്ങൾ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റികൾ ആ പേഴ്സണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റികൾ, അവര് നിങ്ങളെ കെയർ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കണം, നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്ന ക്വാളിറ്റി, ആ ക്വാളിറ്റികൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു വ്യക്തിത്വം വേണം എന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്താൽ അവരിലുള്ള വ്യക്തിത്വം എന്താണോ അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വാളിറ്റീസിനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഇതുവരെ നിങ്ങളെ ട്രീറ്റ് ചെയ്ത റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു റിലേഷനെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. 6 ഓഫ് വാൺസ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ്, സന്തോഷം, ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പുമായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു മാരേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും മാരേജ് നടക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ടായിരിക്കാം, കരിയർ ഗ്രോത്തോ പ്രമോഷൻസോ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാണ് കാണിക്കുന്നത്. ദ സൺ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സിന് നിങ്ങളെ അതുപോലെ ബ്ലെസ് ചെയ്യാൻ പറ്റാത്തത്. ഒരു ടോക്സിക് ആയിട്ടുള്ള കാർമിക് ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ ഒരുപാട് പറ്റില്ല. കാരണം നിങ്ങൾ അനുഭവിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും അത്. അപ്പോൾ അവിടെ നിങ്ങൾ അത് അനുഭവിച്ച് തീരെ തന്നെ വേണ്ടി വരും. അപ്പോൾ അവിടെ ബ്ലെസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി, ബ്ലെസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സൺ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. ഫോർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചവരെ അവരെ നിങ്ങൾ വെറുതെ വിടുക, നിങ്ങൾ ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ ഫോർഗീവ് ചെയ്യുമ്പോൾ എന്താ, നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന സമയം
യൂണിവേഴ്സിനൊരു അതായത് അവർക്കൊരു കർമ്മ കൊടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ വരും എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കാതെ നിങ്ങൾ അവരോട് ക്ഷമിക്കുമ്പോൾ എന്തായാലും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു തിരിച്ചടി എന്തായാലും കിട്ടും. അത് ഒരു നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കും ആ ഒരു കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക. അപ്പോ യൂണിവേഴ്സ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. ഓക്കെ, പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് എല്ലാ കാര്യങ്ങളും ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ വരും എന്നാണ് കാണിക്കുന്നത്. ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പും നിങ്ങൾ എടുക്കുക. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ കാര്യങ്ങളൊന്നും നിർത്തി വെക്കരുത്. ഒരു പകുതി വഴിയിലിട്ടിട്ട് നിർത്തി പോകാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവിടെ നിങ്ങളുടെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് അത് ഫ്ലോപ്പ് ആവാം, എന്നാലും അവിടെ നിങ്ങൾ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും സക്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഡിസംബർ, ലെറ്റർ ജെ, 1989, letter N, letter F, പൂരം, പൂയം, ഉത്രം, ഏപ്രിൽ, തിരുവാതിര, 1990, 1998, 1997, letter S, മെയ്, പൂരുട്ടാതി, ലെറ്റർ യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.